പറമ്പിൽ പണിയെടുക്കാൻ ഇറങ്ങിയാൽ ഇതുപോലെ ഓരോ കപ്പ് വെള്ളമായിട്ട് ഒരാൾ പുറകെ തന്നെ വേണം കേട്ടോ ഈക്കാക്കാന്റെ. നമ്മുടെ വീട്ടിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മുറ്റത്ത് ഇതുപോലെ അടിക്കടി വളരുന്ന പുല്ലുകൾ. സോ അതിനൊരു പരിഹാരമായിട്ട് മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ട് ഈ ഒരു വീറ്റ് മാറ്റ് വിരിക്കാൻ ഓർത്തു. അതിനിടയിലാണ് നമുക്കൊരു കൊറിയർ വന്നത്. കൊറിയർ വന്നാൽ പിന്നെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ, അതൊന്ന് പൊട്ടിച്ചു നോക്കാതെ. ഹംനാക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഡയപ്പറാണ് കേട്ടോ ഈ ഒരു കൊറിയറിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഹംനാക്ക് എപ്പോഴും നമ്മൾ ഇതുപോലെ കോംബോ ഡയപ്പേഴ്സ് ആയിട്ടാണ് കേട്ടോ ബുക്ക് ചെയ്യാറുള്ളത്. അതാവും ഇനി കുറച്ച് നാളത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു വീറ്റ് മാറ്റിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബ്രദർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അവിടെ അവരുടെ മുറ്റത്തൊക്കെ വിരിച്ചിട്ട് ബാലൻസ് വന്നപ്പോൾ അത് നേരെ നമുക്ക് തന്നിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗിൽ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ ഒരു വീറ്റ് മാറ്റ്. ഈ ഒരു വീറ്റ് മാറ്റ് വിരിക്കുമ്പോൾ പുല്ല് വളരെയുമില്ല, ഭൂമിയിലേക്ക് വെള്ളം നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. ഇക്കാക്ക പുല്ല് ചെത്തുന്നതിനിടയിൽ ഞാൻ ഇരട്ടി പണിയായിട്ട് ചെന്നിട്ടുണ്ട്. അതിന്റെ സൈഡിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന കുറെ ചട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാന്നോർത്ത് അതിലെ മണ്ണൊക്കെ ഞാൻ കൂന കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇടം വരെ വന്നതല്ലേ, ഇക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് മാറ്റി മുറ്റമൊക്കെ അടിച്ചു കൊടുത്തു. വീറ്റ് മാറ്റ് വിരിക്കുന്നതിനിടയിൽ ആ ട്രയൽ നോക്കുന്നതിനിടയിൽ ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടോ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ് ഒരു വാക്ക് തർക്കം അവിടെ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം പോയി കുളിച്ച് ഉമ്മിച്ച് ഉണ്ടാക്കിയ ചിക്കൻ കറിയും സാലഡും പപ്പടവും എല്ലാം കൂടി നല്ല ഉഷാറായിട്ട് ഞങ്ങൾ ഇരുന്ന് അങ്ങോട്ട് ഫുഡ് കഴിച്ചു. ഈ ക്യാമറയ്ക്ക് ബാക്കിൽ ഇക്കാക്കയുണ്ട് കേട്ടോ. ഹംനയും കൂടി വന്നിട്ടുണ്ട്. ഹംനാനെ പപ്പടം കൊടുത്ത് ഞാൻ ഇവിടെ ഒതുക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ വീറ്റ് മാറ്റിന്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.